നിങ്ങൾ അറിഞ്ഞായിരുന്നു ആലപ്പുഴയിൽ ഒരു കിടിലൻ സ്റ്റേ ഒക്കെ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ബാത്റൂം അന്വേഷിച്ച് ഇറങ്ങിയത്. ഇന്നലെ രാത്രി ഇവിടെ മൊത്തം നോക്കിയിട്ടും ഒരു പൈപ്പ് പോലും കണ്ടില്ല. അതുകൊണ്ട് വണ്ടി കഴുകാനും പറ്റിയില്ല. ഞാനും ചേട്ടനും കൂടെ അടച്ചിടുന്ന റിസോർട്ടിന് ടോയ്ലറ്റ് കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് ഒരു കുളിയും പാസ്സാക്കി വണ്ടി എത്തിയപ്പോഴേക്കും നമ്മുടെ ആൾക്കാരൊന്നും വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളതുകൊണ്ട് മുല്ലക്കൽ ക്ഷേത്രത്തിലാണ് നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ട് റോഡിന് സൈഡിൽ വണ്ടിയും പാർക്ക് ചെയ്ത് പാർസൽ വാങ്ങിച്ച അപ്പവും മുട്ടക്കറിയും വണ്ടിയിൽ ഇരുന്ന് തന്നെ നമ്മൾ കഴിച്ചു. ആലപ്പുഴ സ്റ്റൈലിലെ അപ്പവും മുട്ടക്കറിയും കഴിച്ചപ്പോഴാണ് മനസ്സിനും വയറിനും ഒരു നിറവ്. എന്നിട്ട് ഞാനും ചേട്ടനും കൂടെ പരസ്പരം മുഖം നോക്കി പോസ്റ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ബ്ലോക്ക് കൊണ്ടാക്കിയിട്ടാണ് നമ്മുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. പാതിരാമണലിലെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത് വരെയും കൊണ്ട് പോയത്. നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് റോഡിന്റെ എൻഡ് കണ്ടപ്പോൾ പേടിച്ചു. ഒടുവിൽ ഇവിടുത്തെ ബോട്ടിങ്ങിന്റെ ആളെ ചേട്ടൻ വിളിച്ചു വരുത്തിയപ്പോഴാണ് നമുക്ക് റോഡൊക്കെ കറക്റ്റ് മനസ്സിലായത്. വണ്ടി ഇവിടെ തന്നെ ഒതുക്കി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആൾക്കാരെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട്. ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നിർദ്ദേശങ്ങളെല്ലാം ചേട്ടനാണ് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തത്. പാതിരാമണലിൽ നമ്മൾ സാമ്പ്രാണിക്കൂടി പോലെ കാണാൻ നല്ല ലുക്കായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വീട് സ്ഥിരം കാണുന്ന 2 ഷുട്ടർമണികൾ നമ്മൾ കാണാൻ വന്നു. അവന്മാര് വേറെ 2 ഷുട്ടർമണികൾ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്ക് വീണ്ടും സന്തോഷം. അങ്ങനെ വീട് കാണുന്ന ഷുട്ടർമണികൾ എടുത്ത് കുറച്ച് സംസാരിച്ചിട്ട് നമ്മൾ നേരെ പോയത് കള്ളിഷാപ്പിലേക്ക്. നല്ല കിടിലൻ ടേസ്റ്റിൽ ഫുഡ് കിട്ടണമെങ്കിൽ കള്ളിഷാപ്പിലേക്ക് തന്നെ വരണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതിൽ നിന്ന് ഒരു വ്യത്യാസമില്ലാതെ പൊറോട്ടയും ബീഫാണ് നമ്മൾ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചു വയറുണ്ടപ്പോഴേക്ക് നമ്മുടെ ആൾക്കാരൊന്ന് വണ്ടിയിൽ കയറിയപ്പോൾ അവർ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അവർക്ക് റീൽ എടുക്കാം. പിന്നെ ചേട്ടൻ പറഞ്ഞു കൊടുത്ത ഫ്രഷ് ഐഡിയയിൽ ഫ്രഷ് ആയിട്ടുള്ള റീൽ തന്നെ അവർ ഷൂട്ട് ചെയ്തു. അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഇതൊക്കെ. വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ അവർ പറഞ്ഞ കാര്യമുണ്ട്, വണ്ടിയുടെ കൂടെ വെച്ച് അവർക്ക് റീൽ എടുക്കണം. പിന്നെ റീൽ എടുത്ത് മഴയും കൊണ്ട് നേരെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കൊണ്ട് ഒരു പുഞ്ചിരിക്ക് തന്നെ അവര് പോയി.